കൃഷ്ണനാട്ടത്തിലെ മയിൽപീലി കഥ. കൃഷ്ണനാട്ടം രചിച്ച കവി അതിന് നൽകിയ പേര് കൃഷ്ണഗീതി എന്നായിരുന്നു. പിന്നീട് കൃഷ്ണഗീതി കൃഷ്ണനാട്ടം എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്നു. കൃഷ്ണഗീതിയുടെ ഉത്ഭവം ഒരു മയിൽപീലിയിൽ നിന്നാണ്. ശ്രീകൃഷ്ണന്റെ പീലി തിരുമുടിയിൽ നിന്ന് വീണുകിട്ടിയ മയിൽപീലി. ആ ഭാഗ്യമുണ്ടായത് ആർക്കാണെന്നോ? കൃഷ്ണഗീതിയുടെ രചയിതാവായ മാനവേദൻ തമ്പുരാന്. മാനവേദൻ തമ്പുരാൻ 400 വർഷം മുമ്പ് സാമൂതിരി വംശത്തിൽ ജനിച്ചു. ഇപ്പോഴത്തെ ഗുരുവായൂരുള്ള റെസ്റ്റ് ഹൗസുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊട്ടാരം. അതിനടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മാരക മണ്ഡപം കൂടി സ്ഥിതി ചെയ്യുന്നു. തമ്പുരാൻ ആദ്യകാലം മുതൽക്ക് തന്നെ ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തനായിരുന്നു. വില്ലമംഗലം സ്വാമിയാരുമായി അദ്ദേഹത്തിന് വലിയ കൂട്ടുകെട്ടുണ്ടായിരുന്നു. അത് തമ്പുരാനെ കൂടുതൽ ഗുരുവായൂരപ്പനോട് അടുപ്പിച്ചു. രണ്ടുപേരും ക്ഷേത്രത്തിനകത്ത് വെച്ച് മിക്ക ദിവസവും കണ്ടുമുട്ടാറുണ്ടായിരുന്നു. പരസ്പരം വർത്തമാനം പറയും, ആശയങ്ങൾ പങ്കുവയ്ക്കും. ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ രണ്ടുപേർക്കും 1000 നാവുകളായിരുന്നു. അവർ ഒത്തുകൂടിയിരുന്ന സ്ഥലത്താണ് ഇന്ന് കൂത്തമ്പലം സ്ഥിതി ചെയ്യുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഒരു വലിയ ഇലഞ്ഞിമരമായിരുന്നു. ആ മരത്തണലിലായിരുന്നു അവർ വിശ്രമിച്ചിരുന്നത്. വില്ലമംഗലവും തമ്പുരാനും ഭഗവാനെക്കുറിച്ചും പുരാണ ഇതിഹാസങ്ങളെപ്പറ്റിയും ധാരാളം ചർച്ച ചെയ്യുമായിരുന്നു. തമ്പുരാൻ്റെ അറിവ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത് ആ ചർച്ചകളായിരുന്നു. ഇന്ന് കാണുന്ന പോലെ അന്ന് ക്ഷേത്രത്തിന് മതിൽക്കെട്ടോ ആനപ്പന്തലോ ഗോപുരങ്ങളോ കൊടിമരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവയെല്ലാം കാലക്രമത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. പണ്ടത്തെ ശൈലൊന്നു വേറെയായിരുന്നു. വിശാലമായ ക്ഷേത്രമൈതാനം, തിരുമുറ്റത്ത് പഞ്ചാരമണൽ പരന്നു കിടക്കുന്നത് കാണാൻ എന്തൊരു കൗതുകമായിരുന്നെന്നോ. അല്പം മാറിയാൽ പച്ചപ്പുല്ല് വളർന്നു നിൽക്കുന്നിടം, ഇലഞ്ഞിമരവും സർവത്ര പരന്നു കിടക്കുന്ന ഇലഞ്ഞിപ്പൂക്കളും. ആ പൂക്കൾക്ക് എന്ത് മണമാണെന്നോ. രാത്രി ആ പൂക്കൾ പെറുക്കാൻ ഗോപബാലികമാർ വരുമത്രേ. ചുറ്റും ഇന്ന് കാണുന്ന മതിൽക്കെട്ടില്ലാത്തതിനാൽ പശുക്കളും പശുക്കുട്ടികളും പുല്ല് തിന്ന് സർവത്ര ഓടി നടക്കും. ക്ഷീണിച്ചാൽ മരച്ചുവട്ടിൽ വന്ന് കിടക്കും, വിശ്രമിക്കും. മയിലും കുയിലും തത്തകളും പക്ഷികളും എല്ലാം അവിടെ വിഹരിച്ചിരുന്നു. ഒരു കൊച്ചു വൃന്ദാവനം തന്നെ. വടക്കു ഭാഗത്ത് തീർത്ഥക്കുളം. അവിടെ പണ്ട് മഹർഷിമാർ തപസ് ചെയ്തിരുന്നു അത്രേ. മൃഗങ്ങളും മഹർഷിമാരും മനുഷ്യരുമെല്ലാം തീർത്ഥജലം കുടിച്ച് ക്ഷീണം തീർത്ത് കണ്ണനെ ദർശിച്ചു പോകുമായിരുന്നു എന്നാണ് കേൾവി. വില്ലമംഗലവും മാനവേദൻ തമ്പുരാനും ഏറെ നേരം ഇലഞ്ഞിമരച്ചുവട്ടിൽ വന്നിരിക്കുക പതിവായിരുന്നു. വില്ലമംഗലം തമ്പുരാൻ സ്വാമികളെ ഗുരുവായൂർ സ്വീകരിച്ചതും ആ മരച്ചുവട്ടിൽ വെച്ചായിരുന്നു. ഒരു ദിവസം വില്ലമംഗലത്തിനോട് മാനവേദൻ തമ്പുരാൻ തൻ്റെ മോഹം അറിയിച്ചു. എനിക്ക് ഗുരുവായൂരപ്പനെ ഒന്ന് കാണണം. അത് വേണോ തമ്പുരാനെ? വില്ലമംഗലത്തിൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ തമ്പുരാനെ മോഹം കലശലായി. കാരണം വില്ലമംഗലത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ന് വന്നല്ലോ, അത് ഉറച്ചല്ലോ. കുറേ കാലമായി വിചാരിക്കണു. തമ്പുരാൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ചിരകാലമോഹം തുറന്നു പറഞ്ഞു. വില്ലമംഗലം പിന്നെ ഒന്നും പറഞ്ഞില്ല, ഒരു പുഞ്ചിരി മാത്രം. എന്താ ഒന്നും പറയാത്തേ? തമ്പുരാനുള്ള സംശയം തീർന്നില്ല. നാളെ അത്താഴ പൂജ കഴിഞ്ഞ് ഇലഞ്ഞിമര ചുവട്ടിൽ കാത്തു നിന്നോളൂ. ശരിക്കും ഗുരുവായൂരപ്പനെ കാണാം. സ്വാമികൾ തമ്പുരാനെ അനുഗ്രഹിച്ചു. വില്ലമംഗലം സ്വാമിയാർ മഠത്തിലേക്കും മാനവേദൻ തമ്പുരാൻ സാമൂതിരി കോവിലത്തേക്കും പോയി. പിറ്റേന്നേരം വെളുക്കാൻ തമ്പുരാന് ധൃതിയായി. കണ്ണനെ നേരിൽ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷം മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. രാത്രി വൈകാതെ തന്നെ തമ്പുരാൻ ഇലഞ്ഞിമര ചുവട്ടിൽ എത്തി. അങ്ങകലെ ഒരു മഞ്ഞപ്രകാശം. തമ്പുരാൻ ശ്രദ്ധിച്ചു നോക്കി. പീലി തിരുമുടി കെട്ടിയ ബാലഗോപാലൻ തന്നെ. മാനവേദൻ തമ്പുരാൻ കൺകുളർക്കെ ഭഗവാനെ കണ്ടു. കണ്ടിട്ടും കണ്ണെടുക്കാൻ കഴിയുന്നില്ല. മതി തോന്നുന്നില്ല. സന്തോഷം കൊണ്ട് മതിമറന്നു. ബാലഗോപാലിനെ കെട്ടിപ്പിടിച്ചു പുടരാൻ തമ്പുരാൻ ഓടി അടുത്തു. അത് വില്ലമംഗലം പറഞ്ഞില്ല എന്ന് പുഞ്ചിരി തൂകി ഒഴിഞ്ഞുകൊണ്ട് പിടികൊടുക്കാതെ കണ്ണൻ ഓടി മറിഞ്ഞു. ആനന്ദപരവശനായി ഭ്രാന്തനെ പോലെ തമ്പുരാൻ ഗോപാലനെ വാരിപ്പുണരാൻ ഓടിയെത്തിയപ്പോൾ ആ പീലി തിരുമുടിക്കെട്ടിൽ നിന്നും ഒരു മയിൽപീലി താഴെ വീണു. അത് തമ്പുരാൻ ഓടിപ്പോയി എടുത്തു. കണ്ണൻ്റെ ശരീരം സ്പർശിക്കാൻ ഭാഗ്യം ലഭിച്ച ആ മയിൽപീലി തമ്പുരാൻ തൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ചു. എന്തൊരാനന്ദം! സർവവും നേടിയ സംതൃപ്തി. മയിൽപീലി ഭഗവാൻ തനിക്ക് അനുഗ്രഹിച്ചു നൽകിയ സമ്മാനമാണെന്ന് തമ്പുരാൻ വിശ്വസിച്ചു. ആ ദിവ്യമുഹൂർത്തം ഓർത്തുകൊണ്ട് തമ്പുരാൻ എഴുതിയ കാവ്യമാണ് കൃഷ്ണഗീതി. അത് പിന്നീട് കൃഷ്ണനാട്ടം എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്നു. സാമൂതിരി കോവിലകത്തിന് അവകാശപ്പെട്ട ക്ഷേത്ര കലാരൂപം.
രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നട അടച്ചാൽ വടക്കേ നടപ്പുരയിൽ കളിവിളക്ക് തെളിയും. കൃഷ്ണനാട്ടം കാണാൻ ഭഗവാൻ കാണികൾക്കിടയിൽ വന്നിരിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 8 കഥകളാണ് കൃഷ്ണനാട്ടത്തിലുള്ളത്. 1 അവതാരം, 2 കാളിയമർദ്ദനം, 3 രാസക്രീഡ, 4 കംസവധം, 5 സ്വയംവരം, 6 ബാണയുദ്ധം, 7 വിവിധവധം, 8 സ്വർഗാരോഹണം. നമുക്ക് ഓരോ ദിവസവും ഓരോ കഥകളായി കേൾക്കാം. കൃഷ്ണനാട്ടം കഥ തുടങ്ങുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരത്തോടെയാണ്. അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദേവന്മാർ മനുഷ്യരൂപത്തിൽ ദേവലോകത്തു നിന്ന് ഇറങ്ങി വരികയാണ്. കൃഷ്ണനാട്ടം കഥയിലെ അവതാര പുരുഷനാണ് ശ്രീകൃഷ്ണൻ. മഹാവിഷ്ണു ലോകനന്മയ്ക്ക് വേണ്ടി ശ്രീകൃഷ്ണനായി അവതരിച്ചു. ആ അവതാര കഥയാണ് നമുക്കിന്ന് ഇവിടെ പറയുവാൻ പോകുന്നത്. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ശത്രുത പണ്ട് മുതൽക്കുള്ളതാണ്. അത് പലപ്പോഴും യുദ്ധത്തിലേ കലാശിക്കാറുള്ളൂ. ആ യുദ്ധത്തിൻ്റെ പേരാണ് ദേവാസുര യുദ്ധം. യുദ്ധത്തിൽ ചിലപ്പോൾ ദേവന്മാർ ജയിക്കും, മറ്റു ചിലപ്പോൾ അസുരന്മാരും. അന്നൊരിക്കൽ നടന്ന യുദ്ധത്തിൽ മഹാവിഷ്ണു ധാരാളം അസുരന്മാരെ വധിച്ചു. അതിൽ പ്രസിദ്ധരാണ് കാലനേമി മുതലായ അസുരന്മാരെങ്കിലും കർമ്മഫലം കൊണ്ട് കാലനേമിയും മറ്റനേകം അസുരന്മാരും ഭൂമിയിൽ വീണ്ടും ജനിക്കാനിടയായി. പെട്ടെന്നുള്ള അസുരന്മാരുടെ വർധനവ് ഭൂമിയുടെ ഭാരം വർദ്ധിപ്പിച്ചു. ഭൂമി സങ്കടപ്പെട്ട് ബ്രഹ്മദേവനോട് സങ്കടം ഉണർത്തിച്ചു. ദുഃഖം പെരുകുമ്പോൾ വാക്കുകൾക്ക് മയം കുറവായേക്കും. അതുകൊണ്ട് ബ്രഹ്മദേവനോട് അത് പൊറുക്കാനാണ് ഭൂമിദേവി ആദ്യം അഭ്യർത്ഥിച്ചത്. ദുഷ്ടരാക്ഷസന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയത് കൊണ്ടാണ് ഓടി വന്നത്. ദുഃഖത്തിന് അറുതി വരുത്തണം. പെണ്ണിൻ്റെ വാക്കാണെന്ന് വെച്ച് തള്ളിക്കളയരുത്. മലമാണെന്ന് വെച്ച് പശുവിൻ ചാണകം ഉപേക്ഷിക്കാറില്ലല്ലോ. സർപ്പരാജാവായ അനന്തൻ എന്തുകൊണ്ട് തൻ്റെ ശിരസ്സുയർത്താൻ ശക്തനാവുന്നില്ല? ഭഗവാൻ കൂർമാവതാരമെടുത്തെങ്കിലും തന്നെ ചുമക്കാൻ എന്തുകൊണ്ട് സമർത്ഥനാകുന്നില്ല? കുലപർവ്വതങ്ങൾ സമുദ്രത്തിൽ താണുപോകുമോ എന്ന് ഭയപ്പെടുന്നു. ചന്ദ്രനെ ശരണം പ്രാപിക്കാനല്ലേ ചെമ്പോത്ത് പെൺപക്ഷിക്ക് കഴിയൂ? ദുഃഖം പറഞ്ഞു തീർന്നപ്പോഴേക്കും ഭൂമിദേവി ബ്രഹ്മാവിൻ്റെ കാൽക്കൽ കുഴഞ്ഞു വീണു. കണ്ണുനീർ പൊഴിക്കുന്ന അവളെ നോക്കിക്കൊണ്ട് ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് ആ ലോകരക്ഷകൻ നമ്മെ രക്ഷിക്കുമെന്ന് അരുൾ ചെയ്തു. എന്നിട്ട് എല്ലാവരും ചേർന്ന് പാലാഴിക്കരയിലേക്ക് നടന്നു. പുരുഷ സൂക്ത മന്ത്രം ചൊല്ലി സ്തുതിച്ചു. അപ്പോഴുണ്ടായ മഹാവിഷ്ണുവിൻ്റെ ഉൾവിളിപ്രകാരം ബ്രഹ്മദേവൻ ഇങ്ങനെ പറഞ്ഞു: യദുവംശത്തിൽ അവതരിക്കുമ്പോൾ തന്നെ സഹായിക്കാൻ വേണ്ടി ദേവന്മാരോടൊപ്പം ദേവസ്ത്രീകളും അവതരിക്കണം. ആശ്വാസവചനങ്ങൾക്കൊപ്പം നൽകിയ ബ്രഹ്മചാനം കേട്ട് എല്ലാവരും സമ്മതം മൂളി പിരിഞ്ഞു. ബ്രഹ്മദേവൻ സത്യലോകത്തിലേക്കും. നാളുകൾ പിന്നെയും കടന്നുപോയി. യാദവ രാജാക്കന്മാരുടെ ആവാസ കേന്ദ്രമായ മിഥിലാപുരി പട്ടണത്തിൽ നിന്ന് ഭാഗ്യം ഉണർന്നു. അതെന്താ? അവിടുത്തെ രാജാവിൻ്റെ പുത്രനായ വാസുദേവൻ ദേവകൻ്റെ പുത്രി ദേവകിയെ കല്യാണം കഴിച്ചു. സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങിയായിരുന്ന തേര് തെളിയിച്ചിരുന്ന ആരായിരുന്നോ? ക്രൂരനും സഹോദരനുമായ കംസൻ. യാത്രക്കിടയിലാണ് ആ അശരീരി കേട്ടത്: കംസ, ഇവളുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. കംസൻ ഞെട്ടി. അശരീരി വീണ്ടും വീണ്ടും കാതുകളിൽ പതിച്ചു. രഥം ഇളകുന്നില്ല. കോപം പൂണ്ട കംസൻ ദയയില്ലാത്തവനെ പോലെ സഹോദരിയെ കൊല്ലാൻ വാളെടുത്തു. സഹോദരിയുടെ നേരെ വാളോങ്ങാൻ അവനൊട്ടും ലജ്ജയില്ലായിരുന്നു. അത് കണ്ടപ്പോൾ വാസുദേവന് സഹിച്ചില്ല. സ്വയം നിയന്ത്രിച്ചുകൊണ്ട് വാസുദേവൻ കംസനോട് പറഞ്ഞു: സ്നേഹക്കൂടുതൽ കൊണ്ട് സഹോദരിക്ക് തേർ തെളിക്കാൻ പോലും കരുണ കാണിച്ച് അങ്ങയെ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. അങ്ങ് കാണിച്ച സ്നേഹം തന്നെയാണ് എന്നെ ഇത് പറയിപ്പിക്കുന്നത്. ഈ സാഹസത്തിൽ നിന്നും പിന്മാറണം. മരണത്തിൽ നിന്ന് ഒരിക്കലും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ലെന്നറിയാം. എങ്കിലും സ്വയം നശിക്കുന്ന ശരീരമല്ലേ? ഈ പരാക്രമത്തിൽ നിന്ന് പിന്മാറണം. ഒരേ രക്തത്തിൽ പിറന്ന സഹോദരിയെ വധിച്ചിട്ട് കിട്ടുന്ന ജീവിതത്തിന് എന്ത് വിലയാണുള്ളത്? കീർത്തിയാണല്ലോ മുഖ്യം. ഉന്നതിക്കും സന്തോഷത്തിനും അത് മതിയെന്ന് കരുതുന്നുണ്ടോ? എന്തൊക്കെ നന്മകളുണ്ടായാലും അവയെല്ലാം സ്ത്രീഹത്യ ചെയ്യുന്നതുകൊണ്ട് ഇല്ലാതാകും. ദേവന്മാരെ ജയിച്ച അങ്ങയുടെ യശസ്സിന് എന്തൊരു അപമാനം തന്നെയാണ്. ആലോചനയില്ലായ്മ ആപത്തുകൾക്ക് കാരണമാകും. പാവപ്പെട്ട സഹോദരി അങ്ങേക്ക് അടിമപ്പെട്ടവളാണല്ലോ. ഭയപ്പെട്ട് അവൾ ഇരുന്ന് വിറയ്ക്കുന്നു. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ അവളെ കാലന് കൊടുക്കണോ? വസുദേവൻ്റെ വാക്കുകൾ കേട്ടിട്ടും കംസന് മാറ്റമുണ്ടായില്ല. അപ്പോഴാണ് വസുദേവൻ മറ്റൊരഭിപ്രായം മുന്നോട്ട് വെച്ചത്. ഏത് പുത്രനിൽ നിന്നാണോ അങ്ങേക്ക് ഭയമുണ്ടാകുന്നത്
അവനെ ഞാൻ തന്നെ തന്നുകൊള്ളാം, ക്ഷമിച്ച് ശാന്തനാകൂ. വാസുദേവന്റെ വാക്കുകൾ കംസൻ സമ്മതിച്ചു. അത് ദേവകിയുടെ ഭാഗ്യമാണോ, വസുദേവന്റെ വാക്ചാതുര്യമാണോ, ഈശ്വരനിശ്ചയമാണെന്ന് കരുതാം. കംസൻ അപ്പോഴും അസ്വസ്ഥനാണ്. സിംഹത്തിന്റെ പിടിയിൽ നിന്ന് മാൻപേടയെ രക്ഷിച്ച പോലെ ദേവകിയെയും കൊണ്ട് വസുദേവൻ സ്വഗൃഹത്തിൽ എത്തിച്ചേർന്നു. കുറച്ചു കാലം കഴിഞ്ഞു. ദേവകി പ്രസവിച്ചു. വസുദേവൻ കുഞ്ഞിനെ എടുത്ത് കംസന് നൽകി. വസുദേവൻ വാക്കുപാലിച്ചല്ലോ. കംസന് ദയ തോന്നി. കുഞ്ഞിനെ കൊന്നില്ല. വസുദേവൻ മകനെ എടുത്തുകൊണ്ട് മടങ്ങി. വിവരം ദേവകി അറിഞ്ഞപ്പോൾ അത്യധികം സന്തോഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ നാരദൻ മധുരാപുരിയിലെത്തി. എന്തിന്? മഹാവിഷ്ണുവിൻ്റെ ഉള്ളിലിരിപ്പ് പ്രായോഗികമാക്കാൻ തമ്മിൽ തല്ലിച്ചും ഈശ്വരഹിതം നടത്താനും നാരദൻ സമർത്ഥനാണല്ലോ. കംസനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് നാരദൻ കാര്യത്തിലേക്ക് കടന്നു. കംസവംശക്കാർ അസുരന്മാരും യദുക്കൾ ദേവന്മാരുമാണെന്ന് അറിയാമല്ലോ. താങ്കളെ കൊല്ലാൻ മഹാവിഷ്ണു അവതരിക്കാൻ പോകുന്നുവെന്നല്ലേ കേട്ട അശരീരി. അതുകൊണ്ട് യാദവന്മാർ ഒരിക്കലും ബന്ധുക്കളാകില്ല. നാരദൻ്റെ ന്യായം പറച്ചിൽ കേട്ടപ്പോൾ കംസന് വിശ്വാസമായി. തൻ്റെ ദയയ്ക്ക് അവർ അർഹരല്ലെന്ന് ബോധ്യപ്പെട്ടു. പിന്നീട് 6 മക്കളെയും കംസൻ നിഷ്കരുണം വധിച്ചു. ഭഗവാനെ സഹായിക്കാൻ വേണ്ടി 7ാമത്തെ ഗർഭത്തിൽ അനന്തൻ വളർന്നപ്പോൾ അത് ആരും അറിയാതെ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി 8ാമത്തെ പുത്രനായി ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. ഭഗവാൻ ഗർഭത്തിൽ പ്രവേശിച്ചപ്പോൾ ദേവകി ദിവ്യകാന്തിയിൽ ശോഭിച്ചു. പിന്നെ എന്തിന് ആഭരണങ്ങൾ? ഭാരമായാലോ? എല്ലാം അഴിച്ചുവെച്ചു. അതും ദേവകിക്ക് ഒരു അലങ്കാരമായി തീർന്നു. ഗർഭത്തിൽ ഭഗവാൻ ഉള്ളതുകൊണ്ടാണോ ദേവകി ദേവസ്ത്രീകളെക്കാൾ സുന്ദരിയും ശ്രേഷ്ഠയുമായി കാണപ്പെട്ടത്? സഹോദരിയുടെ ഗർഭത്തിൽ ഉപദ്രവകാരിയായ കൃഷ്ണസർപ്പമാണ്. അത് തൻ്റെ പ്രാണൻ കൊണ്ടുപോകാൻ കാത്തുകിടക്കുകയല്ലേ. അത് ഓർക്കുമ്പോൾ കംസന് അസ്വസ്ഥത വർദ്ധിക്കുന്നു. സഹോദരിയെ കൊന്നാലുണ്ടാകുന്ന ചീത്തപ്പേര് വിട്ടുമാറില്ല. കൊല്ലാതിരുന്നാലോ? ദുഷ്ടസന്തതി അസുരന്മാരെ മുഴുവൻ കൊന്ന് തന്നെ ഭസ്മമാക്കി കളയും. എങ്ങനെ കൊല്ലും? കൊല്ലാതിരിക്കും? കംസൻ്റെ മനസ്സ് ചാഞ്ചാടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അവൻ പിറന്നു വീഴട്ടെ, ആ നിമിഷം പിടിച്ച് കൊല്ലുന്നുണ്ട്. കംസൻ തീരുമാനമെടുത്ത് അസ്വസ്ഥനായി മുഴുവൻ സമയവും കൊട്ടാരത്തിൽ കഴിഞ്ഞു. പുറത്തു പോയാൽ പ്രസവ സമയം അറിയാതെ പോയാലോ? ഇപ്പോൾ കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴുമെല്ലാം ഓർത്തിരിക്കാമല്ലോ. കംസൻ്റെ മരണപ്രാളം കണ്ട് ബ്രഹ്മാവ് മുതലായ ദേവന്മാർ സന്തോഷിച്ച് ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. കൂടെ ദേവസ്ത്രീകളും. താമസം കൂടാതെ അവതരിച്ച് ഭൂഭാരം തീർത്ത് ദേവസമൂഹത്തെ രക്ഷിക്കാൻ വീണ്ടും അവർ അഭ്യർത്ഥിച്ചു. ദേവന്മാർ സ്തുതിച്ച് നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവതാരകാലം അടുത്തു. വർഷക്കാലം കാർമേഘങ്ങൾ കൊണ്ട് 4 ഭാഗവും മറച്ചു. വെള്ളപ്പൊക്കം സൃഷ്ടിച്ച് ആവശ്യമുള്ള സാധനങ്ങളും എത്തിച്ച് പ്രകൃതി ദേവകിക്ക് പ്രസവ പരിചരണം നൽകി. അന്ന് അർദ്ധരാത്രി ചന്ദ്രൻ ഉദിച്ചപ്പോൾ വസുദേവ പത്നി ദേവകി ഉണ്ണികൃഷ്ണനെ പ്രസവിച്ചു. ചിങ്ങമാസത്തിലെ അഷ്ടമിയും രോഹിണിയും ആ ദിവസമായിരുന്നു. ത്രൈലോക്യനാഥനെ പുത്രനായി കണ്ടപ്പോൾ വസുദേവന്റെ മനസ്സിൽ അത്ഭുതവും സ്നേഹവും സന്തോഷവും ഉണ്ടായി. പത്നിയോടൊപ്പം അദ്ദേഹം ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. ഭഗവാൻ നൽകിയ പൂർണ്ണ രൂപദർശനം കംസനെ ഭയപ്പെട്ട് പെട്ടെന്ന് മാറ്റാനും ദുഷ്ടനായ കംസനിൽ നിന്ന് തങ്ങളെ കാത്തരുളാനും ആ ദമ്പതിമാർ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഭഗവാൻ തൻ്റെ ദിവ്യരൂപം കാണിച്ചു കൊടുത്ത് മുമ്പ് ചെയ്ത തപസ്സിൻ്റെ ഫലമാണെന്ന് ഓർമ്മിപ്പിച്ചത്. നന്ദഗോപന്റെ പത്നി യശോദ ഇതേ സമയം ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്. തന്നെ അവിടെ കൊണ്ട് കിടത്തിയിട്ട് പെൺകുഞ്ഞിനെ കൊണ്ടുവന്ന് ദേവകിക്കരിയിൽ കിടത്തണം. ഭഗവാൻ പൂർണ്ണരൂപം മാറുന്നതിന് മുമ്പായി വസുദേവനോട് അരുൾ ചെയ്തു. അതുപ്രകാരം വസുദേവൻ ഭഗവാനെടുത്ത് അമ്പാടിയിലേക്ക് പോയി. രഹസ്യമായി ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചു. മടങ്ങിപ്പോരുമ്പോൾ കൊണ്ടുവന്ന യശോദയുടെ മകളെ ദേവകിയുടെ അടുത്ത് കിടത്തി. ഒന്നും അറിയാത്തവനെ പോലെ നിന്നു. ദേവകി പ്രസവിച്ചു. വാർത്ത മഹാഭാവിയായ കംസന്റെ ചെവിയിലെത്തി. ഉടനെ കംസൻ കാരാഗൃഹത്തിൽ പാഞ്ഞെത്തി. താമരപ്പൂ പോലെ മനോഹരിയായി കൈത്തൊട്ടിൽ അമർന്ന് പുഞ്ചിരിക്കുന്ന മരുമകളെ കണ്ടപ്പോൾ ആ ദുഷ്ടന്റെ മനസ്സിൽ യാതൊരു ചലനവും ഉണ്ടായില്ല. ഇവൾ പെണ്ണല്ലേ, ഈ കുട്ടിയെയെങ്കിലും വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചിട്ടും കംസൻ ദേവകിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ തട്ടിപ്പറിച്ചു വാങ്ങി. കുഞ്ഞ് പെട്ടെന്ന് കംസന്റെ കയ്യിൽ നിന്നും കുതിച്ചു ചാടി ആകാശത്തേക്ക് ഉയർന്നു. ദേവിയുടെ ദിവ്യരൂപം ആകാശത്ത് ശോഭിച്ചു. ദുഷ്ട, എന്നെ കൊന്നാലും കാര്യമില്ല. ഭൂമിയിൽ ഒരിടത്ത് നിന്റെ ശത്രു ജനിച്ച് ആരുമറിയാതെ വളരുന്നുണ്ട്. ദേവി കംസനോട് പ്രഖ്യാപിച്ച് പെട്ടെന്ന് അപ്രത്യക്ഷയായി. ദേവിയുടെ വാക്കുകൾ കംസനെ ക്രുദ്ധനാക്കി. കംസൻ ഭയവും ക്രോധവും ബാധിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി. പക്ഷേ ദേവിയുടെ വാക്കും ശത്രുഭയവും കംസന്റെ സ്വസ്ഥത കെടുത്തി. പിറ്റേന്ന് കംസൻ ഉണർന്നത് ചില തീരുമാനങ്ങളുമായിട്ടാണ്.
ഭൂമിയിൽ ഈടെ ജനിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊല്ലണം. മതോന്മത്തരായ അസുരന്മാരുടെയും ദുഷ്ടയായ പൂതനയെയും കംസൻ കൽപ്പിച്ചയച്ചു. ആ കൂട്ടക്കൊലയിൽ യഥാർത്ഥ ശത്രു അവസാനിക്കാതിരിക്കില്ല. യശോദ കുഞ്ഞിൻ്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ ആനന്ദം അനുഭവിച്ചു നിന്നു. പ്രസവശയ്യയിൽ കിടന്ന് മിന്നുകയാണവൻ. ഇന്ദ്രനീലക്കല്ല് പോലെ. കുഞ്ഞിക്കാലുകൾ കുടഞ്ഞ് കൈയടിച്ച് കരയുമ്പോൾ ആ മുഖം കണ്ടോ, എത്ര മനോഹരം! പിതാവായ നന്ദൻ പ്രസവാർത്തിയറിഞ്ഞ് സന്തോഷത്തോടെ ഓടിയെത്തി. മതിയാവോളം പുത്രനെ കണ്ട ആനന്ദത്തിൽ മുഴുകി എല്ലാം മറന്ന് സർവേശ്വരനോട് നന്ദി പറഞ്ഞു. ഉടൻ പോയി കുളിച്ചു വന്ന് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ഒട്ടേറെ പശുദാനം ചെയ്ത് അനുഗ്രഹം നേടി. നന്ദഗോപന് ഉണ്ണിയുണ്ടായതിലുള്ള സന്തോഷം മറ്റു ഗോപന്മാരും പങ്കുവച്ചു. അവർ പാട്ടുകാർക്കും സ്തുതിപാഠകന്മാർക്കും നടന്മാർക്കുമെല്ലാം ദാനങ്ങൾ ചെയ്ത് അവരുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചു. ഗോപന്മാരുടെ ചില സംഘങ്ങൾ സ്ത്രീകളോടൊപ്പം പരമാനന്ദത്തിൽ മുഴുകി നന്ദഗൃഹത്തിലെത്തി. ഉണ്ണിക്ക് ആയുസ് നേർന്നു. ഭൂമിയെ സംരക്ഷിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കാളകളെയും പശുക്കളെയും മഞ്ഞൾ ചാർത്തി അലങ്കരിച്ചു. എന്തൊരു ബഹളം! ഗുരുക്കന്മാരെന്നോ ശിഷ്യന്മാരെന്നോ വ്യത്യാസമില്ല. അച്ഛനും മക്കളും യജമാനന്മാരും ഭൃത്യന്മാരും ഭേദമന്യേ ആനന്ദിച്ച് നൃത്തം ചെയ്യുകയും പരസ്പരം വെള്ളം കോരി ഊത്തും എണ്ണയുരുട്ടി എറിഞ്ഞും സന്തോഷം പങ്കുവച്ചു. പൊട്ടിച്ചിരിച്ചും ആർപ്പു വിളിച്ചും കളിപ്പോരാടിയും നന്ദഗോപന്റെ പുത്രഭാഗ്യം ആഘോഷിച്ചു. കംസമഹാരാജാവിന് കപ്പം നൽകാൻ ഒരിക്കൽ വസുദേവൻ മധുരയിൽ ചെന്നു. അപ്പോഴാണ് അവിടെ വെച്ച് തൻ്റെ സുഹൃത്തായി നന്ദഗോപനെ കണ്ടത്. ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്നവനാണ് തൻ്റെ പുത്രൻ. അവൻ്റെ പിതൃത്വം കൊണ്ട് സന്തോഷിക്കുന്ന നന്ദഗോപനെ കണ്ടപ്പോൾ വസുദേവന് ഉണ്ടായ സന്തോഷത്തിന് അതിരില്ല. കുശലം പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. സഹോദര, താങ്കളുടെ പുത്രന് സുഖമല്ലേ? മറ്റെന്ത് ചോദിക്കും? മകനെ മനസ്സിരുത്തി നോക്കണേ. കാരണം വ്രതങ്ങൾ പോലും നോൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. സർവത്ര ദുർനിമിത്തങ്ങൾ കാണപ്പെടുന്നു. അമ്പാടിയിലേക്ക് താമസിക്കാതെ മടങ്ങുന്നതാണ് നല്ലതെന്ന വസുദേവന്റെ ഉപദേശം നന്ദഗോപൻ അനുസരിച്ചു. ഒട്ടും താമസിച്ചില്ല, വാർത്ത പരന്നു. ഒട്ടുവളരെ കുട്ടികളെ കൊന്നൊടുക്കിയ രാക്ഷസി പൂതന ലളിതയുടെ മായാരൂപം ധരിച്ച് സർവത്ര സഞ്ചരിക്കുന്നു. നന്ദഗൃഹത്തിൽ വന്ന് കാണുമോ? സൗന്ദര്യം കൊണ്ട് സകലരെയും മയക്കുവാൻ കഴിവുള്ളവളാണ് ആ രാക്ഷസി. മായാവലയത്തിൽ പെടുത്താനും അവൾ സമർത്ഥയാണ്. നിമിഷ നേരം കൊണ്ട് അവൾ കണ്ണനെ ഉറക്കിക്കെടുത്തിരിക്കുന്ന മെത്തയുടെ സമീപത്തെത്തി. ഉണ്ണിയെ കൊല്ലാൻ തന്നെയാണ് അവളുടെ ഉന്നം. ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. കണ്ടില്ലെന്ന് നടിക്കാൻ സമീപവാസികളെ അവൾ വശത്താക്കിയോ? അവൾ അതിനും പോന്നവളാണ്. കളിപ്പിച്ച് പുഞ്ചിരി തൂകി ഭഗവാനെ എടുക്കുന്നത് കണ്ടാൽ ആർക്കും സംശയം തോന്നുകയില്ല. പോരാത്തതിന് ഒരു ഉറക്കുപാട്ട് മെല്ലെ മെല്ലെ മൂളുകയും ചെയ്തു. രാക്ഷസിയുടെ സൂത്രം അപാരം തന്നെയല്ലേ? ഒരു സംശയവും ആർക്കും ഉണ്ടായില്ല. ഉണ്ണി ഉറങ്ങുകയാണെന്ന് അറിഞ്ഞിട്ടും അവൾ ഓമനമുഖത്ത് നോക്കി ചോദിക്കുന്നത്, കണ്ണുകൾ അടച്ചിരിക്കുന്നത് എന്താണ്? ഉറങ്ങുന്ന കുഞ്ഞിനെ എടുക്കുന്നത് എന്തിനാണെന്ന സംശയം ആർക്കും തോന്നാതിരിക്കാനാകും ആ ചോദ്യം. പരിചയക്കാരി അല്ലാത്തതിനാൽ കുഞ്ഞു കരയുമോ എന്നും അവൾക്ക് സംശയമുണ്ട്. കരയേണ്ട, അമ്മിഞ്ഞ മതിയാവോളം കുടിച്ചോളൂ എന്നും അവൾ മറ്റുള്ളവർ കേൾക്കാൻ പറഞ്ഞു. ഭഗവാനല്ലേ, രാക്ഷസിയേക്കാൾ വലിയ തന്ത്രശാലിയാണ്. പ്രതികരണം ഒന്നും ഉണ്ടായില്ല. ഉണർത്താനായി ശ്രമം. എങ്കിലല്ലേ വിഷപ്പാൽ കുടിപ്പിക്കാൻ സാധിക്കൂ. മോനെ, കണ്ണു തുറക്കൂ, ഒന്ന് ചിരിക്കൂ. ചിരിയൊന്ന് കാണട്ടെ, വിശക്കുന്നില്ലേ? അതൊന്നും പറയാറായ പ്രായമായിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദ്യം. കുഞ്ഞിനെ അപരിചിത എടുത്തുകൊണ്ടു പോകുന്നതായി മറ്റുള്ളവർക്ക് തോന്നരുതല്ലോ. വായി തുറന്ന് മുലയൂട്ടാൻ ഭാവിച്ചുകൊണ്ട് കുഞ്ഞിനെ അടുപ്പിച്ച് വീണ്ടും പറഞ്ഞു, വായി തെല്ലൊന്ന് തുറക്കൂ, പാൽ ചുരന്നു വരുന്നു. ഉണ്ണി വായി തുറന്ന് മുല കുടിച്ചു. കുടിപ്പിക്കാൻ കഴിഞ്ഞെന്നാണ് രാക്ഷസിയുടെ വിചാരം. മുലയിൽ ശക്തിയുള്ള വിഷം പുരട്ടിയിരുന്നതിനാൽ കുഞ്ഞ് മുല വലിച്ചു കുടിക്കുന്നു കണ്ടപ്പോൾ രാക്ഷസി സന്തോഷിച്ചു. കാരണം വിഷം കലർത്തിയ പാൽ അകത്ത് ചെന്നല്ലോ. സമാധാനമായി. രാക്ഷസിയെ പാഠം പഠിപ്പിക്കുക തന്നെ വേണം. കുഞ്ഞ് മാറി മാറി മുലകൾ വലിച്ചു കുടിച്ചു. കൂട്ടത്തിൽ അവളുടെ പ്രാണനെ പിടിച്ചു വലിച്ചു കുടിക്കാൻ തുടങ്ങിയപ്പോൾ രാക്ഷസി വേദന സഹിക്കാൻ വയ്യാതെ പുളഞ്ഞു. മർമ്മങ്ങളെല്ലാം തകർന്നപ്പോൾ അവൾ അതിഭയങ്കരമായ യഥാർത്ഥ രൂപം പൂണ്ടു. നിലവിളി ഉയർന്നു. അയ്യയ്യോ, വല്ലാത്ത കുട്ടി, എന്തൊരു വേദന! കുട്ടി, മുല വിടൂ. കുടിക്കരുത്, വേദന സഹിക്കുന്നില്ല. വിടാൻ ഭാവമില്ലാത്തതെന്താ? വിടാത്തത് തന്നെ കൊല്ലാൻ തന്നെ ആയിരിക്കുമോ? രാക്ഷസിക്ക് സംശയം. ആണെന്ന കാര്യം ഭഗവാന് മാത്രമല്ലേ അറിയൂ. സർവത്ര പേരെയും വഞ്ചിച്ചു നടക്കുന്ന അവളെ ഭഗവാൻ ശിക്ഷിച്ചിരിക്കുന്നു. രാക്ഷസിയെ രക്ഷിക്കാൻ ആരുമല്ലാതെ നിലത്തു വീണു മല പോലെ. അവളുടെ അലർച്ച സർവത്ര മാറ്റൊലി കൊണ്ടു.
കൈകാലുകൾ പരത്തി മരക്കൂട്ടങ്ങളോടൊപ്പം അവൾ ചത്തുമലച്ചു. വാർത്ത പരന്നു. മല പോലെയുള്ള രാക്ഷസ് വീണ ശബ്ദം കേട്ട് ഗോപന്മാർ ഭയപ്പെട്ടു. യശോദപുത്രിയുടെ മാറത്ത് കിടന്ന് കളിക്കുന്ന ഭഗവാനെ വന്നെടുത്ത് മടങ്ങാൻ ഒരുങ്ങി. കുട്ടിക്ക് കേടൊന്നും പറ്റിയില്ലല്ലോ, ഈശ്വരാധീനമുണ്ട്. അതുകൊണ്ടല്ലേ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. യശോദ വീണ്ടും വീണ്ടും കുഞ്ഞിനെ ഓമനിച്ചു. കുഞ്ഞിനെ പുറത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. നന്ദഗോപനാകട്ടെ ആപത്ത് കൂടാതെ കുഞ്ഞ് രക്ഷപ്പെട്ടതിലുള്ള സന്തോഷത്തിൽ മുഴുകി ഒന്നും അറിയാത്തവനെ പോലെയായി തീർന്നു. അന്ന് ഉണ്ണിയുടെ പിറന്നാൾ ദിവസമായിരുന്നു. യശോദ ഉറങ്ങിയപ്പോൾ അവനെ ഒരിടത്ത് കൊണ്ടുപോയി കിടത്തി. അതൊരു ചാടിൻ്റെ ചുവട്ടിലായിരുന്നു. കൊച്ചു കുഞ്ഞായതിനാൽ എഴുന്നേറ്റ് പോകില്ലല്ലോ എന്ന് അമ്മ കരുതി. പിറന്നാൾ സദ്യയ്ക്ക് ഒരുക്കങ്ങൾ കൂട്ടാൻ തുടങ്ങി. പെട്ടെന്ന് കരച്ചിൽ കേട്ടപ്പോഴാണ് ഓടിയെത്തി നോക്കിയത്. വണ്ടിയെ കാൽ കുടഞ്ഞ് തട്ടി ഇട്ടിരിക്കുന്നു. ഉണ്ണിക്കൊന്നും പറ്റിയിട്ടില്ല. യശോദ കുഞ്ഞിനെ ഓടി വന്നെടുത്തു. എന്തിനാണ് ഭഗവാൻ വണ്ടി തട്ടിയിട്ടത് അറിയാമോ? വണ്ടിയിൽ ഒരു അസുരൻ മറഞ്ഞു നിന്നിരുന്നു. ഭഗവാനെ വണ്ടി മറിച്ചിട്ട് കൊല്ലാൻ. ഭഗവാൻ വണ്ടി തകർത്തപ്പോൾ അസുരൻ ചത്തുപോയി. അവനാണ് ശകടാസുരൻ. മറ്റൊരിക്കൽ കുഞ്ഞിനെ കൊല്ലാൻ കംസൻ പറഞ്ഞയച്ച അസുരനാണ് തൃണാവർത്തൻ. അവൻ മായാവിയാണ്. അസുരൻ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ ഭീകരാന്തരീക്ഷമുണ്ടാക്കി. പൊടിപടലങ്ങളോടൊപ്പം കുഞ്ഞിനെ എടുത്ത് മുകളിലേക്ക് പൊക്കി. ആരും കണ്ടില്ല. കാറ്റല്ലേ, പൊടി കണ്ണിൽപ്പെടുമെന്ന് കരുതി എല്ലാവരും കണ്ണടച്ചിരിക്കുകയായിരുന്നു. ആകാശത്തിൽ അസുരനും കുഞ്ഞും തമ്മിൽ മൽപ്പിടുത്തം നടത്തിയത്രേ. ഒടുവിൽ തൃണവർത്തൻ കൊല്ലപ്പെട്ടു താഴെ വീണു. ഗർഗ മഹർഷി ആരാ? യദുകുലത്തിൻ്റെ ആചാര്യൻ. അദ്ദേഹം അമ്പാടിയിലേക്ക് വന്നപ്പോൾ നന്ദഗോപൻ മഹർഷിയെ ചെന്ന് കണ്ടു. തൻ്റെ മോഹം അറിയിച്ചു. അതെന്താ? ഉണ്ണികൾക്ക് പേരിടണം. മഹർഷി സമ്മതിച്ചു. ഭഗവാന്റെ പേരിടൽ കർമ്മം നടത്താൻ കഴിയുന്നത് മഹാഭാഗ്യമല്ലേ? ജ്യേഷ്ഠനും അനുജനും മഹർഷി പേരിട്ടു. പേരെന്താണെന്ന് പറഞ്ഞില്ലല്ലോ. രോഹിണിപുത്രനെ രാമൻ, ഭഗവാനോ കൃഷ്ണൻ. രാമകൃഷ്ണന്മാർ ഒരുമിച്ച് വളർന്നു, എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട്. കുട്ടികൾ വളർന്നു വരുന്നത് കണ്ട് യശോദയും ഗോപികമാരും സന്തോഷിച്ചു. കണ്ണൻ്റെ നിൽപ്പ് കണ്ടോ, എത്ര മനോഹരം! ഉമിനീരൊൽപ്പിച്ച് പഞ്ചമി ചന്ദ്രനെ പോലെയല്ലേ നെറ്റി മിന്നുന്നത്. നനുത്ത മുടി നെറ്റിയിൽ പാറി കളിക്കുന്നു. നറുപുഞ്ചിരി കണ്ടോ, ആ പാൽമുട്ടകൾ കാണാൻ എന്തു ചന്തം! ഹൃദയം കവരുകയാണോ? കരയുമ്പോൾ കണ്ണിലെ മഷി കലങ്ങും, നിറം മങ്ങും, ഓമനമുഖം വാടും. ഗോപികമാർക്ക് എങ്ങനെ ധൈര്യം കാണും? ധൈര്യം കവരുന്നത് ആരാ? ഭഗവാൻ തന്നെ. മുഖത്തെ പുഞ്ചിരിയും കരച്ചിലും നോക്കി നിന്നാൽ എല്ലാം മറക്കും. ആനന്ദത്തിൽ അവരെ ആറാടിക്കുന്നതാരാ? ഭഗവാൻ തന്നെ. ഒന്ന് തൊടാൻ മോഹിച്ചു മുന്നിൽ നിൽക്കുന്നവരാണ് സ്ത്രീകൾ. കുഞ്ഞിനെ ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കൈയിലേക്കും വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കും അവർ കൈമാറി. ഭഗവാൻ സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ആദരവ് കണ്ടാൽ അത്ഭുതം തോന്നും. ജനം കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് കണ്ടോ? അക്ഷരം തിരിയില്ലെങ്കിലും അമൃതം തൂകി ഭഗവാൻ ചെവികൾക്ക് ആനന്ദം നൽകി. കിലുങ്ങുന്ന തരിവളകളും അരയിലെ കിങ്ങിണികളുമായി മുട്ടുകുത്തി നടക്കുന്നത് എന്തിനാ? ചെളി പുരളില്ലേ? മണ്ണ് തിന്നോ എന്നറിയാൻ യശോദ വായി തുറപ്പിച്ചപ്പോൾ വായിൽ സകല ലോകങ്ങളെയും കാണിച്ചു കൊടുത്ത് അത്ഭുതപ്പെടുത്തി അമ്മയെ വിവശയാക്കി തീർത്തതെന്തിനാ? മുട്ടുകുത്തി ഓടുമ്പോൾ കാൽച്ചിലമ്പ് കിലുങ്ങുന്നു. അതെന്തിനാണെന്നറിയാനാണോ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കുന്നത്? ഓമനക്കുട്ട, അമ്മാവനെ നോക്കൂ എന്ന് യശോദ ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ ഉണ്ണി അമ്പിളിയെ മാടി വിളിച്ചു. ഭഗവാൻ വിളിച്ചാൽ അമ്പിളിയമ്മാവൻ വരാതിരിക്കുമോ? മുല കുടിക്കുന്ന സമയം മറ്റേ മുലയിന്മേൽ തിരുപ്പിടിപ്പിക്കുന്ന ഉണ്ണിയുടെ കൈന്മേൽ യശോദ ഉമ്മ വെച്ചു. അമ്മയുടെ ആനന്ദം കണ്ട് അവൻ സന്തോഷിച്ചു. നിലത്ത് പിച്ച കൂട്ടുകാരോടൊപ്പം നടന്നു കളിക്കാൻ ആരംഭിച്ചത് ദേഹസ്പർശനത്തേക്കാൾ കാലിന്മേൽ പൊടിയേൽക്കലാണ് നല്ലതെന്ന് കരുതിയിട്ടാണോ? ഗോപസ്ത്രീകളുടെ കൈപിടിച്ച് കാൽച്ചിലമ്പുകളുടെ ശബ്ദത്തോടെ പിച്ചവെച്ച് നടക്കുമ്പോൾ അച്ഛൻ നന്ദൻ അരികത്തേക്ക് വരാൻ മാടി വിളിച്ചു. അപ്പോൾ ചിരിച്ചുകൊണ്ട് ചുമരും പിടിച്ച് നടന്നു. പെട്ടെന്ന് കാലു രണ്ടും കൊഴിഞ്ഞ് അച്ഛൻ്റെ മടിയിലേക്ക് ചെന്ന് വീണു. പിന്നെ ഭയമുണ്ടായില്ല. ചെങ്ങാതിമാരോടൊപ്പം പിടഞ്ഞെഴുന്നേൽക്കും, വീണ്ടും വീഴും. അത് കണ്ട് കൗതുകം കൊണ്ട് അമ്മ ചെളി പുരണ്ട് നിൽക്കുന്ന ഉണ്ണിയെ വാരിയെടുത്തു. പിന്നീട് ഗോപിയന്മാർ പിന്തുടർന്നപ്പോൾ ചെറുപുഞ്ചിരി തൂകി കൊഞ്ചിക്കൊഴിഞ്ഞ് ഓടിക്കളഞ്ഞു. കൊമ്പുള്ള ജന്തുക്കളിൽ നിന്ന്, പാമ്പ് മുതലായ ഇഴജന്തുക്കളിൽ നിന്നും, നായ, പൂച്ച തുടങ്ങിയവയിൽ നിന്നും, തീയിൽ നിന്നും മറ്റു ഉണ്ണിയെ രക്ഷിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടി. കളിക്കുമ്പോൾ നത്ത്, മയിൽ, തത്ത, പ്രാവ് എന്നിവയുടെ പിന്നാലെ ഓടി നടക്കുമ്പോൾ ഗോപന്മാർ കടന്നു പിടിച്ച് നിർത്തും. നോക്കിക്കാണേണ്ടവർ പശുക്കുട്ടികളുടെ വാലിന്മേൽ തൂങ്ങി നടക്കുന്നത് എന്തിനാ? അതുകൊണ്ടല്ലേ ആകാശത്തു നിന്ന് ദേവന്മാർ കൗതുകത്തോടെ നോക്കി നിന്ന് ചിരിക്കുന്നത്. ഇടയക്കുട്ടികൾക്ക് പൂവുടൽ
കാണാനുള്ള കൊതി കൊണ്ടല്ലേ അവർ നാലുപാടും ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത്. തൈരും എണ്ണയും മോഷ്ടിക്കുന്ന പോലെ ഗോപസ്ത്രീകളുടെ മനം കവരുന്നതിലും ഉണ്ണി കേമൻ തന്നെയാണ്. ഗോപികമാർ പറഞ്ഞാൽ അനുസരിക്കാൻ മടി കാട്ടാത്തത് എന്താ? പുതുനെയ്യ് തന്നാലോ വാങ്ങി തിന്നും, വിളിച്ചാൽ ഓടിച്ചെല്ലും, പറഞ്ഞാൽ മെല്ലെ മെല്ലെ കുഞ്ഞിക്കാൽ വെച്ച് നൃത്തം ചവിട്ടും. ഒന്നിനും ഒരു മടിയുമില്ല. വിരലിന്മേൽ ഊന്നി നിന്ന് എത്തിച്ച് ഉറിയിൽ പിടിച്ചു. അപ്പോഴേക്കും കാലുകൾ ഉരലിന്മേൽ നിന്ന് തെറ്റിപ്പോയി. എന്തു രസം! ഊഞ്ഞാലാട്ടം തന്നെ. ഊഞ്ഞാലാടി കളിച്ചു. ഗോപസ്ത്രീകൾ വീട്ടുജോലികൾ ചെയ്തുകൊണ്ട് ഭർത്താവ്, മക്കൾ, അച്ഛൻ എന്നിവരെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കയാൽ തൈരും നെയ്യും കവർന്നെടുത്തു പൂച്ചകൾക്കെല്ലാം നൽകി ഭക്ഷിച്ച് കഴിഞ്ഞുകൂടി. എന്തു രസം! തയർക്കുടങ്ങളെയും മറ്റും അടുത്ത് കളിക്കോപ്പുകൾ കൊണ്ട് വയ്ക്കുന്ന ഒരേർപ്പാടും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് എന്തിനാണെന്നോ? കുടത്തിനടുത്തേക്ക് ചെല്ലുന്നത് കണ്ടെത്തിയാൽ കളിക്കോപ്പുകൾക്ക് വേണ്ടി പോയതാണെന്ന് പറയാൻ. ഇങ്ങനെ എന്തൊക്കെ ബാലലീലകളാണെന്നോ! എല്ലാം ആനന്ദലഹരിയിൽ ആടുന്നവയാണ്. അമ്പാടിയിലെ ഒരു വീട്ടിൽ പാൽ കുടിക്കാൻ കൊതിച്ച് കയറി പറ്റിയിട്ട് ഉയരത്തിൽ ഉറിയിൽ വെച്ചിരുന്ന പാൽക്കുടം കടകോലെടുത്ത് കുത്തി തുളച്ചു. ദ്വാരത്തിലൂടെ ഒഴുകി വരുന്ന പാൽ വായും പൊളിച്ച് കുടിച്ചു. എന്തു രസം! കുട്ടിയുടെ കക്കാനുള്ള വിരുത് ആരെയാണ് വിസ്മയിപ്പിക്കാത്തത്? ഒരിക്കൽ ഒരു ഗോപസ്ത്രീ തൻ്റെ വീട്ടിൽ കടന്ന് കക്കുന്നത് കണ്ടപ്പോൾ ഇഷ്ടം പോലെ കട്ടോളൂ എന്ന് പറഞ്ഞ് വാതിലടിച്ച് നേരെ നന്ദൻ്റെ അടുത്തേക്ക് ചെന്നു. അത്ഭുതം തന്നെ! അപ്പോൾ അവിടെയുണ്ട് നന്ദൻ്റെ മുമ്പിൽ ഉണ്ണിയിരിക്കുന്നു. പാവം സ്ത്രീ. കളവിൻ്റെ ബ്രഹ്മമായ നീ കുടവും ഉടച്ചു കളഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അത് ചെയ്തത് പൂച്ചയല്ലേ, ഞാനാ എന്ന് തട്ടിപ്പിൽ ഉണ്ണി മുട്ടുത്തരം പറഞ്ഞു ഓടിക്കളഞ്ഞു. ഒരിക്കൽ ഉണ്ണിയെ ഒരു ഗോപസ്ത്രീ കള്ള അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു പിടിച്ചു നിർത്തിയപ്പോൾ 2 കൈകളും കൂട്ടിത്തിരുമ്മി കാട്ടിക്കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു ഓടിപ്പോയി. കഷ്ടം പറയല്ലേ ശുണ്ടിക്കാരി, ഈ കൈ 2ഉം കണ്ടിട്ടും ബോധ്യമായില്ലേ? ഉണ്ണി ഉണ്ണാൻ വരാത്തത് കണ്ട് യശോദ ഉണ്ണേണ്ട സമയമായി. മതി മതി, ഗോപന്മാരോട് കൂടിയുള്ള കൂത്താട്ടങ്ങൾ മതിയാക്കി വരൂ എന്ന് നിർബന്ധപൂർവ്വം വിളിച്ചു. വായിൽ പുതുവെണ്ണയാണെന്ന് പറഞ്ഞ് ഉണ്ണി ചൊല്ലുകയുണ്ടായില്ല. ഒരു ദിവസം രാത്രിയായപ്പോൾ ഉണ്ണിക്ക് പുതുനെയ്യ് തിന്നാൻ ഭയങ്കര കൊതി. ആരും കാണാതിരിക്കാൻ വിളക്ക് ഊതിക്കെടുത്തി. എന്നിട്ട് ഇരുട്ട് വരുന്നില്ല. കാരണം കൈവളകളുടെ കാന്തി സർവത്ര പരന്നിരുന്നു. നിരാശനായി പരിങ്ങി മടങ്ങി. ഇടയ പെൺകുട്ടികളുടെ സ്നേഹവും ആദരവും പിടിച്ചുപറ്റി പാലും മറ്റും അതിരസമായി അപഹരിച്ചുകൊണ്ട് ചങ്ങാതിമാരോടൊപ്പം ഉണ്ണി കളിച്ചുല്ലസിച്ചു. അമ്പാടിയിലെ ഒരു ദിവസം ഗോപസ്ത്രീകൾ വീട്ടുജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം ഉണ്ണി ചിലമ്പൊച്ച പുറത്തു കേൾക്കാതിരിക്കാൻ കാലുകൾ പതുക്കെ പതുക്കെ വെച്ചു. ആരും കാണാതെ അകത്ത് കിടന്നു. ഉറിയിൽ നിന്ന് പാലെടുത്തു. ചങ്ങാതിമാരും താനും സുഖമായി കുടിച്ചു. അപ്പോഴേക്കും ഗോപികമാർ കണ്ടെത്തി വന്നു. അവർ ഉണ്ണിയെ കൈയോടെ പിടിച്ചു. വെറുതെ വിടാൻ പറ്റില്ല. യശോദയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവർ യശോദയുടെ മുമ്പിൽ പരാതികൾ നിരത്തി വെച്ചു. നിന്റെ മകനെ ഞങ്ങൾ കൈയോടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്തു പറ്റി? പറ്റിയതെല്ലാം ഞങ്ങൾക്കാ. ഇവൻ തകരാറിലാക്കിയിട്ട് ഒരു വസ്തുവും അമ്പാടിയിലില്ല. ഒരിടത്തും പാലോ തൈരോ വെണ്ണയോ മോരോ നെയ്യോ ഒന്നും സൂക്ഷിച്ചു വയ്ക്കുക എന്നത് ആവാതായി തീർന്നിരിക്കുന്നു. കണ്ടാൽ കട്ടെടുക്കും. അതിനുള്ള സൂത്രവും അവൻ കണ്ടെത്തും. ഗോപസ്ത്രീകൾ അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ അവൻ വന്ന് അകത്ത് കിടന്നു പാലും മറ്റും എടുത്തു കുടിച്ചു. എന്നിട്ട് കഷ്ടം, കുടങ്ങളെല്ലാം എറിഞ്ഞു തകർത്തു. എൻ്റെ വീട്ടിൽ പശുക്കളെ കറക്കുമ്പോൾ ഈ കൊതിയൻ കൂട്ടുകാരോടൊപ്പം അകത്ത് കിടന്ന് തപ്പി നോക്കാൻ തുടങ്ങി. പാലൊന്നും കാണാണ്ട് ബഹളം കൂട്ടി പുറത്ത് കിടന്നു. ആ വഞ്ചകൻ എൻ്റെ വീട്ടിലെത്തിയിട്ട് എന്താ ചെയ്തതെന്നറിയാവോ? രാത്രിയാണെങ്കിലും തൈര് കുടിക്കാൻ കൊതിച്ച് പതുങ്ങി പതുങ്ങി വന്നു. എന്നിട്ടോ കൈവളയിലെ രത്നങ്ങളുടെ പ്രകാശത്തിൽ തൈരെടുത്ത് കുടിച്ച് തിരിച്ചുപോയി. എൻ്റെ വീട്ടിൽ എല്ലാവരും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗവ്യം കൊതിച്ച് വന്ന് അവൻ നറുനെയ്യെടുത്ത് ഭക്ഷിച്ച് ശേഷിച്ചത് കണ്ണുകളിൽ വാരിത്തേച്ച് ഓടിക്കളഞ്ഞത്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കളിയുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവൻ പാലെടുത്ത് കുടിച്ച് പൂച്ചയ്ക്ക് നൽകി ഗോപന്മാരോടൊപ്പം കടന്നു കളഞ്ഞത്. ഇവൻ വീട്ടിലുള്ള കുട്ടികളെ പേടിപ്പിച്ച് കരയിപ്പിക്കും. കരച്ചിൽ കേട്ട് എല്ലാവരും പരിഭ്രമിച്ചപ്പോൾ സൂത്രത്തിനകത്ത് കടന്ന് പാൽക്കുടമെടുത്തു. എല്ലാവരുടെയും ശ്രദ്ധ കരയുന്നതിലാണല്ലോ. പുറത്തേക്കും പോന്നു. അതിലേറെ കഷ്ടമാണ് അവൻ നിന്റെ വീട്ടിൽ ചെയ്തത്. എല്ലാ കന്നുകുട്ടികളെയും കയറൂരി വിട്ടു. അവയെ പിടിക്കാൻ എല്ലാവരും പുറത്തേക്ക് ഓടിയപ്പോൾ അവൻ അകത്തു കടന്ന് പരിശോധിച്ചു. ഒന്നും കിട്ടിയില്ല. കുടങ്ങളിലെല്ലാം മൂത്രമൊഴിച്ച് ഓടിക്കളഞ്ഞു. എൻ്റെ വീട്ടിൽ ഇവൻ കാണിച്ചത് എന്താണെന്നോ? ഉയരമുള്ള ഒരു പീഠം, അതിന്മേൽ മറ്റൊന്നുകൂടി കയറ്റി വെച്ചു. എന്നിട്ട് ഇതിൽ ഒരു കുട്ടിയെ നിർത്തി. ഉയരം മതിയായില്ല. അവൻ്റെ തോളത്ത് കയറി ചവിട്ടി നിന്ന് പാൽക്കുടം കുത്തി തുളച്ചു. തോരത്തിലൂടെ വീഴുന്ന പാല് കൈകാട്ടി വാങ്ങി കുടിച്ചു. അതിനിടയിൽ അത് കണ്ടുവന്ന വധുവിനെ ഇവൻ കാണിച്ചതാണ് കഷ്ടം. അതെന്താ?
അവളുടെ കണ്ണിലേക്ക് വായിലുള്ള പാല് ഒരൊറ്റ തുപ്പ്. എന്നിട്ട് അസലായില്ലേ എന്ന ഭാവത്തിൽ ഒരു നോട്ടവും പിന്നെ ഓട്ടവും. ആദ്യമൊക്കെ നിന്റെ മോൻ കാണിക്കുന്നതെല്ലാം കുട്ടിക്കളിയാണെന്നും സാവധാനം മാറുമെന്നും ഞങ്ങൾ കരുതി. എല്ലാം പുറത്തു. ഇനി അങ്ങനെ വിട്ടാൽ ശരിയല്ല. നല്ലപോലെ ശിക്ഷിച്ചു തന്നെ വളർത്തണം. അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും രക്ഷിക്കാൻ പറ്റാതെ വരും. അമ്മ ഇങ്ങോട്ടൊന്ന് നോക്കൂ. അവൻ്റെ മുഖത്തേക്ക് സൽസ്വഭാവി പോലെയല്ലേ നിൽപ്പ്. പെരും കള്ളനാണെന്ന് മുഖത്ത് നോക്കിയാൽ തോന്നുമോ? ഒരു വഞ്ചനയോ അവൻ ചെയ്തിട്ടില്ലെന്ന ഭാവം. ഇതുകൂടി ഒന്ന് കേൾക്കുക. അമ്മേ, അമ്മ നീതി നടത്തുന്നെന്ന് വിചാരിച്ച് പറയുകയാ. എന്താ പറയൂ. ഈ പെണ്ണുങ്ങൾ നുണയേ പറയൂ. അതൊന്നും വിശ്വസിക്കേണ്ട എന്നല്ലേ മുഖത്ത് നോക്കിയാൽ അമ്മയ്ക്ക് തോന്നുന്നത്. അത് ഞങ്ങൾക്കറിയാം. യശോദ ആവലാദികൾ മുഴുവൻ കേട്ട് അവൻ്റെ മുഖത്തേക്ക് വീണ്ടും നോക്കി. പേടിച്ചരണ്ട കണ്ണുകൾ, വാടിക്കരിഞ്ഞ മുഖം. പാവത്താനായി കൈ രണ്ടും കഴുത്തിൽ അമർത്തി വെച്ച് കാൽ കൊണ്ട് എന്തൊക്കെയോ നിലത്ത് വരച്ച് നിൽക്കുന്നു. അവൻ്റെ നിൽപ്പ് തന്നെ ശ്രദ്ധിച്ച് യശോദ കുറേ നേരം ആലോചിച്ച് നിന്നു. ആവലാദികൾ കേട്ടപ്പോൾ ദുഃഖം തോന്നി. കാണാൻ കൊതിച്ചുണ്ടായ കുഞ്ഞിനോടുള്ള സ്നേഹം എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകില്ലെന്ന് യശോദയ്ക്ക് അറിയാം. മനസ്സിൽ ദയ കൂടി തോന്നിയപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ. ശിക്ഷിക്കണോ? ശിക്ഷിക്കാതിരിക്കണോ? കടുത്ത കോപം അഭിനയിച്ച് ആ അമ്മ ഒരു വടിയെടുത്ത് മകൻ്റെ നേരെ ഓങ്ങി. അവനെ ഉപദേശിച്ചു. മോനെ, മോഷണത്തിൽ നിനക്കെങ്ങനെ താല്പര്യം വന്നു? അത് മനസ്സിൽ തോന്നാനുണ്ടായ കാരണം നീ സാധാരണക്കാരനല്ല. ഉയർന്ന വംശത്തിൽ ജനിച്ചവനാണ്. മോഷണം ഒരിക്കലും ചെയ്യരുതാത്തതാണ്. നീചമാണ്. വഴക്കിന് മാത്രമേ അത് വഴിവെക്കൂ. ഇതൊക്കെ അമ്മ എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ടും തുടരുന്നു. അതിനെന്താ കാരണം? പറയൂ, കേൾക്കട്ടെ. അവൻ ഒന്നും പറയാതെ നിൽക്കുകയാണ്. യശോദ തുടർന്നു. മര്യാദ അറിയാത്തവനല്ല നീ എന്നറിയുക. വികൃതി കാട്ടാൻ കൂസലില്ലാത്തവനുമാണ്. നമ്മുടെ വീട്ടിൽ എന്തിൻ്റെയെങ്കിലും കുറവുണ്ടോ? എല്ലാം കൊണ്ടും ഐശ്വര്യം തികഞ്ഞ വീട്. എന്നിട്ടും യശോദയ്ക്ക് ചീത്ത പറയാൻ മനസ്സ് വരുന്നില്ല. മനസ്സ് എങ്ങോ സഞ്ചരിക്കുന്നു. മോഷണം മേലാൽ ചെയ്യരുതെന്ന് ഒരിക്കൽ കൂടി മകനോട് യശോദ നിർബന്ധപൂർവ്വം ഓർമ്മിപ്പിച്ചു. ദൈവമേ, ഇവന് നല്ല ബുദ്ധി തോന്നിക്കണേ. ഒന്നുകൂടി ഈശ്വരനോട് പ്രാർത്ഥിച്ചു. നല്ലവരായ മക്കളെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്നിട്ടും തൻ്റെ തലയിലെടുത്ത് ഇങ്ങനെയാണല്ലോ. എന്തൊക്കെ താൻ കേട്ടു. മകൻ കള്ളനാണ്, കണ്ടതൊക്കെ കക്കുന്നവനാണ് എന്നൊക്കെ. സഹിക്കാൻ കഴിയുന്നില്ല. അമ്മയുടെ ഉപദേശം മുഴുവൻ കേട്ട ശേഷം ഉണ്ണി അമ്മയെ സമാധാനിപ്പിച്ചു. അമ്മ പറഞ്ഞത് അനുസരിച്ചേ ഇനി ഞാൻ നടക്കൂ. സത്യം സത്യം. കാല് പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. അമ്മയുടെ മുഖം തെളിയട്ടെ. എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കൂ. ഒന്ന് ചിരിക്കൂ. മകൻ്റെ വാക്കുകൾ കേട്ട് യശോദ സന്തോഷിച്ചു. ഗോപിമാരെ, ഇനി ഒരിക്കലും എൻ്റെ മകനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. എല്ലാവരെയും യശോദ ആശ്വസിപ്പിച്ചു. അവൻ കട്ടു നശിപ്പിക്കുന്ന സാധനങ്ങൾക്ക് പകരം പുതിയത് ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ടു പോകാം. മടിക്കേണ്ട, സന്തോഷിച്ചു തരുന്നതാണ്. കയ്യിലുണ്ടായിരുന്ന വടി വലിച്ചൊരേറ് കൊടുത്ത് അമ്മ മകൻ്റെ പുഞ്ചിരി പൊഴിക്കുന്ന മുഖത്ത് ഒരു ഉമ്മ കൊടുത്തു.